ആനയും ഗംഭീരമായ വെടിക്കെട്ടുകളും ഇല്ലാതെ തന്നെ അതിമനോഹരമായി നമുക്ക് ഉത്സവം ആഘോഷിക്കാവുന്നതാണ്. കാഴ്ച വിസ്മയങ്ങൾ ഒരുക്കി ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആ സന്തോഷത്തേക്കാൾ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ദുരന്തം ജീവിതകാലം മുഴുവൻ എന്നും ആ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് എന്നും ഒരു തീരാ നോവാണ്. അതുകൊണ്ട് തന്നെ ഇത്ര അപകടം നിറഞ്ഞ ആനയാണെങ്കിലും ഒരുപാട് ഇനിയിപ്പോൾ കുടമാറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപകടമാണത്. ചുറ്റിന് എത്രയോ ആളുകളാണ് നിൽക്കുന്നത്. ആനക്കെന്നൊക്കെ പറഞ്ഞാൽ എത്ര സേഫ്റ്റി ആയിട്ട് അവർ കൊണ്ടുവന്നാൽ പോലും ചെറിയൊരു ഇത് മതി. ഒന്നാമത്തെ ഇത്രയും ചൂട് കത്തി നിൽക്കുന്ന സമയമാണ്, പല അപകടങ്ങളും നടക്കാം. അതുപോലെ തന്നെയാണ് ഈ ഗംഭീര വെടിക്കെട്ടുകളൊക്കെ കണ്ടില്ലേ. ഇപ്പം എത്ര പേരുടെ ജീവനാണ്, എത്രയോ കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ളവരായിരിക്കും, ഇത്ര ജീവനുകളാണ്. അവർക്ക് എന്നും ഒരു തീരാ നോവാണത്. അതിനി അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവുമോ ആ പൂരത്തിന്? ഇനി എത്ര പൂരങ്ങൾ കഴിഞ്ഞാലും ആ ഒരു നോവ് അവരുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഗംഭീരമായി ഉത്സവം ആഘോഷിക്കാവുന്നതാണ്. ആനയും വെടിക്കെട്ടും എല്ലാം ഉണ്ടെങ്കിലേ പൂരം അതിഗംഭീരമാവുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ ഇപ്പം നമ്മുടെ അമ്പലത്തിലാണെങ്കിലും തന്നെ നമ്മൾ പറ എടുക്കൽ അത് ആനയായിരുന്നു. ആന എല്ലാ വീടുകളിലും ആദ്യം വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിന് ബുദ്ധിമുട്ടുണ്ടായി. ചൂടും അതിന് നടന്നു വരാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് പതിയെ ആ ഒരു രീതി മാറി. യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ തിടമ്പും ആൾ മാത്രമേ വരുള്ളൂ, ആന വരുന്നില്ല. അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. നമ്മൾ പൂജകളും കർമ്മങ്ങളും അതുപോലെ തന്നെ നടക്കും. ഇതിൽ ആന വന്നില്ല എന്ന് പറഞ്ഞ് യാതൊന്നും സംഭവിക്കാൻ പോകില്ല. പിന്നെ അത് വരുന്നത് കാണുമ്പോൾ ഒരു അലങ്കാരം, അത്ര മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ദൈവങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആനയുടെ പുറത്തേ എഴുന്നള്ളുമെന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ദൈവങ്ങൾ. ഇതും മനുഷ്യരായിട്ട് ഇങ്ങനെ വർഷം കഴിയുന്തോറും മനുഷ്യരായിട്ടാണ് ഇതിങ്ങനെ കൂട്ടിയെടുക്കുന്നത്. നമ്മുടെ ആ ഒരു കൺട്രോളിൽ നിൽക്കുന്ന രീതിയിലുള്ള പടക്കമാണെങ്കിൽ എല്ലാം പോരെ. ഇത് കൺട്രോളും കഴിഞ്ഞ് അത് ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ പിന്നെ ആ പരിസരം മൊത്തം തീ പിടിച്ചങ്ങ് ആളി മനുഷ്യൻ്റെ പൊടി പോലും കിട്ടാത്ത രീതിയിലുള്ള എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ആലോചിക്കുന്നത്. ചെറിയ രീതിയിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന രീതിയിലുള്ള വെടിക്കെട്ടുകളും അങ്ങനെയുള്ള ചെറിയ രീതിയിലൊക്കെ നടത്തിയാണെങ്കിലും ഉത്സവം നമുക്ക് ഗംഭീരമായിട്ട് നടത്തും. നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ ഒരുപാട് വെടിക്കെട്ട് അത്ര പ്രധാനമല്ല കേട്ടോ. വളരെ കുറച്ച് മാത്രം എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടി മാത്രം കുറച്ച് നല്ല ഭംഗിയുള്ള പടക്കങ്ങൾ പൊട്ടിക്കും, അത്ര തന്നെ ഉള്ളൂ. ചെറിയ രീതിയിൽ കരിമരുന്ന് അത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങനെ വട്ടത്തിൽ കെട്ടി വെച്ച് പൊട്ടിക്കലോ ചുറ്റി കെട്ടി പൊട്ടിക്കലോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ആനയും ഇല്ല. പിന്നെ ഈ നിൽക്കുന്ന ആന ഇതൊരു ശിവക്ഷേത്രത്തിലുള്ള ആ കോവിലിൻ്റെ തന്നെ ഉള്ള ആനയാണ്. അപ്പോൾ ഇതെപ്പോഴും അവിടെ ഉണ്ടാവുന്ന ഒരു ആനയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇവിടെ മിക്ക ക്ഷേത്രങ്ങളിലും. പിന്നെ ഒരു തവണ ഒരു ശിവക്ഷേത്രത്തിൽ പ്രത്യേകമായിട്ട് ഒരു കുടമാറ്റം നടത്തി കേട്ടോ. ആ പറഞ്ഞതും അതുപോലെയൊക്കെ തന്നെ. അത് റോഡിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് നടത്തിയത്. നിറയെ ആളുകളായിരുന്നു. അതാണ് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ മതി. അത് എവിടെയാണെങ്കിലും മനുഷ്യരുടെ ജീവൻ വെച്ചിട്ടുള്ള യാതൊരു കളികളുടെ ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇതിലൊക്കെ ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ഉത്സവങ്ങൾ സാധാരണ പോലെ തന്നെ നടക്കുകയും ചെയ്യും.